CPIM സംസ്ഥാന നേതൃത്വത്തിലേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി പ്രകടമാക്കുകയാണ് എ പത്മകുമാർ. 52 വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തനിക്ക് പരിഗണന കിട്ടേണ്ടിയിരുന്നു. യുവാക്കൾക്കൊപ്പം ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കണം. വീണ ജോർജിന്റെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തനിക്ക് പ്രശ്നമില്ല. പാർട്ടി തീരുമാനത്തിൽ വിഷമമുണ്ടെന്നും എ പത്മകുമാർ 24-നോട് പറഞ്ഞു. അല്ല, വീണ ജോർജിനെ എടുത്തതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആരും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനാണെങ്കിൽ 52 വർഷമായിട്ട് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും സീനിയറാണ്. ഒരു പരിഗണന കിട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെന്നല്ലാതെ തീരുമാനത്തിന് വിരുദ്ധമായി ഞാൻ നിൽക്കാനോ അതല്ലെങ്കിൽ ഞാൻ അതിൽ നിട്ടേച്ചു പോകാനോ ഇല്ല. ഇപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണല്ലോ. പരിഗണന തരാത്തതിൽ വിഷമമൊന്നല്ല. പുതിയ ചെറുപ്പക്കാർ വരട്ടെ, പ്രതിഷേധമല്ല. പിന്നെ അങ്ങനെ ഒരു എടുത്തേണ്ട ഒരു വിഷമമൊന്നും. 24 നൽകിയ പ്രതികരണത്തിന് പിന്നാലെ അതൃപ്തി ഫേസ്ബുക്കിലും പത്മകുമാർ പരസ്യമാക്കി. ജില്ലയിലെ മുതിർന്ന നേതാക്കളെ വിളിച്ച് അതൃപ്തി അറിയിച്ചു. നാളെയോ മറ്റന്നാളോ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കണ്ട് തുറന്നു പറച്ചിലുകൾ നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, താൻ ഇത്തരമൊരു നടപടിയിൽ അദ്ദേഹം ഒരു പരസ്യമായി തന്നെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഏതെങ്കിലും ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ ജയശങ്കർ? അതായത് ഉന്മേഷ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് സമാപ്തി കുറിക്കുമ്പോൾ വലിയ അവിയോജിപ്പ്, വലിയ അതൃപ്തിയുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. പത്മകുമാർ പരസ്യമായി പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന സാഹചര്യം, സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തത്തിൽ അദ്ദേഹത്തിന് കടുത്ത വിയോജിപ്പുള്ളതായാണ് വിവരം. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ 52 വർഷമായി പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പരിഗണന പാർട്ടിയിൽ നിന്ന് ലഭിച്ചില്ല. വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ തനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഈ യുവാക്കളെ പരിഗണിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളുകളെ കൂടി പരിഗണിക്കണമെന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ പരിഗണനയില്ലാത്തതിൽ വലിയ തോതിലുള്ള മനോവിഷമവും പത്മകുമാർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികരണത്തിന് പിന്നാലെ 24-നോട് സംസാരിച്ചതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്കിലും പോസ്റ്റ് വെച്ചു. ഫേസ്ബുക്കിലെ പോസ്റ്റ് കടന്ന് ചെല്ലുന്ന സാരമാണ്. കാരണം ഈ പറഞ്ഞ പ്രതികരണത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ വെച്ചത്. എന്തായാലും പത്മകുമാർ നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് മടങ്ങി എത്തിയ ശേഷം നാളെയോ മറ്റന്നാളോ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് തരുന്നത്. കാരണം കുറേ കാലം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ടും തന്നെക്കാൾ ജൂനിയറായ ആളുകൾക്ക് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ പരിഗണന ലഭിച്ചിട്ടും ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവെന്ന നിലയിൽ തന്നെ പരിഗണിച്ചില്ല എന്ന അതൃപ്തിയാണ് പത്മകുമാറിനുള്ളത്. അദ്ദേഹം ഇക്കാര്യം നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പരസ്യമായി നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും CPMന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ വലിയ വിയോജിപ്പുകളുണ്ട്. അതിൽ ആദ്യ പ്രതികരണമെന്നിൽ തന്നെ പത്മകുമാറിന്റെ പ്രതികരണത്തെ എടുക്കാം. 24 ആണ് ആദ്യമായി പത്മകുമാറിന്റെ ഈ വിയോജിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. എന്തായാലും ഇതിൽ തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങളുണ്ടാകും, തുടർ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉന്മേഷ്, അതൃപ്തി പരസ്യമാക്കുകയാണ് ഇപ്പോൾ എ പത്മകുമാർ. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.